വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്കൂൾ ഡ്രാമയായിട്ടാണ്. ഏതാണെന്നല്ലേ പറയാം. 2024 പുറത്തിറങ്ങിയ ദ പ്രോമിസ് ഓഫ് ഗ്രോയിങ് അപ്പ് ടുഗെദർ ആണത്. കാണാത്തവർ തീർച്ചയായും കണ്ടു നോക്കൂ. അതുമാത്രമല്ല, ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് കഥ തുടങ്ങാം. ഈ ഡ്രാമയിലെ നായിക ഷിയാമി പുതിയ സ്കൂളിൽ ചേരാനുള്ള ഒരുക്കത്തിലാണ്. സ്കൂൾ നോട്ടീസ് പ്രകാരം ഷോൾഡർ വരെ മാത്രമേ മുടി പാടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവളുടെ അച്ഛൻ അവളെ നിർബന്ധിച്ച് ബാർബർ ഷോപ്പിൽ കൊണ്ടുവന്നു. അവൾക്കാണെങ്കിലോ മുടി വെട്ടാൻ തീരെ താല്പര്യമില്ല. എന്നാൽ അച്ഛനും ബാർബർ അങ്കിളും കൂടെ ഒത്തൊരുമിച്ച് റൂൾസ് ആർ റൂൾസ് എന്നും പറഞ്ഞ് അവളുടെ മുടി വെട്ടിയപ്പോൾ എൻ്റെ മോൾ സുന്ദരിയായല്ലോ എന്നും പറഞ്ഞ് അവളുടെ അച്ഛൻ അവളെ സമാധാനിപ്പിച്ചെങ്കിലും അത് കളിയാക്കലായി തോന്നിയതുകൊണ്ടാകാം അവൾ കടയിൽ നിന്നും പുറത്തിറങ്ങി. അവൾ നോക്കുമ്പോൾ റോഡിലൊരു ചേച്ചി കാര്യമായ ഫോൺ സംഭാഷണത്തിലാണ്. പരിസരബോധമില്ലാതെ നിന്നിരുന്ന അവരുടെ കയ്യിലിരുന്ന പേഴ്സ് ഒരാൾ മോഷ്ടിക്കുന്നത് അവൾ കാണുന്നു. അവൾ ആ കള്ളനുമായി വഴക്കെടുക്കുന്നതിനിടയിൽ ആ ചേച്ചി ആളെ വിളിച്ചുകൂട്ടി. അവൾക്ക് പേഴ്സ് തിരികെ ലഭിക്കുകയും ചെയ്തു. കൂടെ നിന്നവരെല്ലാം അവളെ പുകഴ്ത്തി സംസാരിച്ചെങ്കിലും അവിടേക്ക് ഓടിയെത്തിയ അവളുടെ അച്ഛൻ അവളോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. എങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അച്ഛനെ വിളിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ കഥാനായകൻ സാങ് റോസി അവിടെ നിൽപ്പുണ്ടായിരുന്നു. നായകനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം അല്ലേ. എല്ലാം കൊണ്ടും ദേഷ്യം വന്ന ഷിയാമി കലിതുള്ളി അവിടെ നിന്നും പോകുന്നു. ശേഷം അച്ഛനും മോളും വീട്ടിലെത്തുന്നതും അമ്മയും അവളെ കളിയാക്കി ചിരിക്കുന്നു. അരിശം പൂണ്ട ഷിയാമി സ്വന്തം മുറിയിലേക്ക് പോയി. കുറച്ച് സമയത്തിന് ശേഷം അമ്മ അവളുടെ അടുത്ത് ചെന്ന് അവളെ സമാധാനിപ്പിക്കുകയും സുന്ദരിയാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. പിറ്റേന്ന് സ്കൂളിൽ ചേരാൻ മാതാപിതാക്കളോടൊപ്പം ഷിയാമി പോയപ്പോൾ ഞെട്ടിപ്പോയി. എല്ലാ പെൺകുട്ടികൾക്കും നല്ലപോലെ മുടിയുണ്ട്. അപ്പോഴുണ്ടടോ അച്ഛനും അമ്മയ്ക്കും ഒരു തുറിച്ചുനോട്ടം അവളുടെ വക. അതെല്ലാം പോട്ടെ, നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞ് അവർ ഒരുമിച്ച് സ്കൂളിനകത്തേക്ക് കയറി. ശേഷം പ്രവേശന സംബന്ധമായ കാര്യങ്ങൾ ചെയ്യാൻ അവർ പോകുന്നു. അവിടെ വെച്ച് തങ്ങൾ ആരുടെ ക്ലാസ്സിലാവുമെന്നൊക്കെ കുട്ടികൾ സംസാരിക്കുന്നുണ്ട്. ഫാൻ ഇവാൻ, സാങ് റിയോസി, കിൻ സിയാങ് എന്നിങ്ങനെയുള്ള പേരുകൾ ഷിയാമി കേൾക്കുകയും അതിൽ ആരുടെയോ ക്ലാസ്സിലാണ് താനെന്ന സന്തോഷത്തിൽ മാതാപിതാക്കളുടെ അടുത്തേക്ക് ഓടുന്നുമുണ്ട്. താമസിക്കാനുള്ള മുറിയെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം ക്ലാസ്സിലേക്ക് പോകുന്നതിനിടയിൽ റുവോ സീസാങ് എന്ന കഥാനായകനുമായി പരിചയപ്പെടുന്നു. പിന്നീട് ക്ലാസ്സിലും അവനെ കാണുകയും അവൻ അവളെ കളിയാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫാൻ യുവാൻ്റെ കടന്നുവരവ്. കിൻ സിയാങ് ആയുള്ള സുഡോക്കു മത്സരത്തിനിടയിൽ ഫാൻ യുവാൻ ഷിയാമിയെ ശ്രദ്ധിക്കുകയും ക്ലാസ്സിൽ അവളുടെ അടുത്ത് തന്നെ ഇരിപ്പുറപ്പിക്കുകയും ചെയ്യുന്നു. ശേഷം ടീച്ചർ വരികയും ക്ലാസ് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ഫാൻ യുവാൻ ക്ലാസ് മോണിറ്റർ ആവുന്നു. ഷിയാമിയും ഒരു പ്രതിനിധിയാണേ. പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ തന്നെ എല്ലാവരും സ്വയം പരിചയപ്പെടുത്തിയിരുന്നു. അവൾക്ക് അവിടെ നിന്നും കൂട്ടുകാരെയും ലഭിച്ചു. അവരെല്ലാം ഒറ്റ മുറിയിലാണ് താമസമെന്ന് മനസ്സിലാക്കിയ ശേഷം ഒന്നിച്ച് ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കുന്നു. പിറ്റേന്നുള്ള മിലിറ്ററി ട്രെയിനിങ്ങിന് ഷിയാമി താമസിച്ചെത്തിയെങ്കിലും ഫാൻ യുവാൻ അവളെ പ്രശ്നങ്ങളില്ലാതെ വരിയിലേക്ക് വിടുന്നു. എന്നാൽ അതികഠിനമായ ക്ഷീണവും തളർച്ചയും കാരണം അവൾ ബോധരഹിതയാകുന്നു. റുവോ സീസാങ് അവളെ വാരിയെടുക്കുമ്പോഴേക്കും ഫാൻ യുവാൻ ഓടിയെത്തുന്ന സീനിലാണ് ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? അടുത്ത എപ്പിസോഡിൻ്റെ വീഡിയോയുമായി വരുന്നത് വരെ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.